മദീന പള്ളിയുടെ കല്ല് കൊണ്ടുവരുമ്പോൾ അള്ളാന്റെ റസൂല് കല്ല് കൊണ്ടുവന്നിരുന്നു. അള്ളാന്റെ റസൂലിന്റെ പിരടിയിൽ വെച്ച് അവിടുത്തെ തോളിൽ വെച്ച് കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളാരും ദീനിനൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ കഷ്ടപ്പെട്ടവരില്ല, അവിടത്തെ പോലെ വിഷമിച്ചവരില്ല. ബദർ യുദ്ധം അറിയില്ലേ? സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്കൊക്കെ പ്രയാസം വരുമ്പോൾ, ഞങ്ങൾക്ക് താങ്ങാനാകാത്ത ശത്രുക്കൾ ഞങ്ങളിലേക്ക് നേരിടുമ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നിരുന്നത് റസൂലുള്ളാഹിനെ കൊള്ളയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പോരാളിയായി ആ പടക്കളത്തിലേക്ക് ഇറങ്ങിയത് നബി തങ്ങളാണ്. അത്രയും പടക്കളത്തിലേക്ക് ഇറങ്ങിയൊരു വ്യക്തിയില്ല, നേതാവായി നോക്കി നിൽക്കുകയില്ല. എത്ര കഷ്ടപ്പെട്ടവരാണ്, എത്ര പ്രയാസപ്പെട്ടവരാണ്. അവിടുത്തെ തലയിൽ അതാ വെട്ടുന്നു, അവിടുത്തെ പടത്തൊപ്പി പൊളിഞ്ഞ് അവിടുത്തെ തലയിൽ ആ പടത്തൊപ്പിയുടെ ചില്ലുകൾ പതിക്കുന്നു, അവിടുത്തെ മുൻപല്ല് പൊട്ടുന്നു. ദുനിയാവിൽ അങ്ങനത്തെ ഒരു മുസീബത്ത് ദുനിയാവിൽ അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ രക്തം അവിടുത്തെ കയ്യിലേക്ക് ഉച്ചയിട്ടുണ്ട്. ഷഹീദിന്റെ കൂലി അവിടത്തേക്കല്ല കൊടുക്കാൻ തീരുമാനിച്ചു പോയി. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കഷ്ടത അത്രയാരും കഷ്ടപ്പെട്ടിട്ടില്ല. ആരാരും സഹായിക്കാനില്ലാത്ത ബഹുദൈവ വിശ്വാസത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് തന്റെ ആശയമായി കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് അനുഭവിച്ച വിഷമങ്ങൾ എത്രയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ജാബിർ തങ്ങൾ പറയുന്നു, നബിയേ, അവിടുത്തെ ചെവിയിലാണ് പറയുന്നത്, നബിയെ നമുക്ക് അല്പം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളും അല്പം സ്വഹാബിമാരും, മൊത്തം വിളിക്കാൻ പറ്റൂല, 1000-ഓളം ആളുകളില്ലേ. നമുക്ക് തങ്ങളും കുറച്ച് സഹാബികളും എല്ലാം അങ്ങ് വീട്ടു പോയാൽ മറ്റൊരോട് പറയാതെ ഉടനെ തന്നെ ജാബിർ തങ്ങൾ ഈ വാക്ക് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി പരസ്യമായി പ്രഖ്യാപിക്കുന്നു, സഹാബത്തെ, ജാബിർ നിങ്ങളെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ തവക്കുൽ നോക്ക്, അവിടുത്തെ മനസ്സ് നോക്ക്. അല്ലാഹു എന്റെ കൂടെ എന്നായിരുന്നു എല്ലാ ടൈമിലും. നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ അത്യുന്നതന്മാർ 313. ആ 313 വളരെ പ്രധാനപ്പെട്ടവർ 25 പേരാണ്. അവരിൽ വളരെ പ്രധാനപ്പെട്ടവർ 5 പേരാണ്. അത്രയും മഹത്വമുള്ളവർ നബിമാരിലില്ല. 5 ആ 5 വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മൂസാ നബി അലൈഹിസ്സലാം. നബിയെ വലിയ ഇഷ്ടം വെച്ചവരാണ് മൂസാ നബി. എല്ലാ നബിമാരും അങ്ങനെ തന്നെ. ഈസാ നബി വലിയ ഇഷ്ടം വെച്ചിട്ടുണ്ട്, മൂസാ നബി വലിയ ഇഷ്ടം വെച്ചിട്ടുണ്ട്. ഓരോ നബിമാരുടെ ജീവിതത്തിൽ മുത്തുനബിയോടുള്ള പെരുമാറ്റം കണ്ട സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ മിഅ്റാജിന് പോകുന്ന ദിവസം ഓരോ നബിമാരും റസൂലുള്ളാഹിനെ സ്വീകരിച്ച രംഗമൊക്കെ വായിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരുടെ ബഹുമാനം നബിയോട്, മലക്കുകളുടെ ബഹുമാനം നബിയോട് എത്രയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ സംബന്ധിച്ച് താൻ വിഷമിച്ച ടൈമിൽ പറഞ്ഞൊരു വാക്ക് ഖുർആനിലുണ്ട്, ഇന്ന റബ്ബി മഈ, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. അതിൽ വളരെ കറക്റ്റ് വാക്കാണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ വാറദൂറിൽ നിന്ന് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്, ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ. 2 വാക്കും കൂടെ നോക്കൂ. ഇമാം ബൈളാവി പറയുന്നു, മൂസാ നബി പറഞ്ഞത് ഇന്ന മഈ റബ്ബി. മഈ എന്ന വാക്കിന് ആദ്യവും റബ്ബ് എന്ന വാക്കിന് ശേഷവുമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് എന്ന വാക്കിന് ആദ്യവും മഅ എന്ന വാക്കിന് ശേഷവുമാണ്. അഥവാ അല്ലാഹുവിലേക്ക് ആദ്യം നോക്കിയിട്ട് പിന്നെ സൃഷ്ടിയെ കാണുന്ന ഒരു സ്വഭാവമായിരുന്നു മുത്തനബിക്ക്. അങ്ങനെ ആരുമില്ല. എന്നാൽ സ്വശരീരത്തെ രക്ഷിക്കാൻ
പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് എന്റെ റബ്ബ് എന്നാൽ എനിക്ക് എന്റെ റബ്ബ് എന്നാണ്. റസൂലുള്ളാഹി അങ്ങനെയല്ല, എന്റെ റബ്ബ് എനിക്ക് എന്നാണ്. നോക്കി നിങ്ങൾ, അവിടുത്തെ മനസ്സ് മുഴുവനും അല്ലാഹുവിലായിരുന്നു. എത്ര സംഭവങ്ങൾ പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അത് സ്വഹാബത്തിനെ മൊത്തം വിളിച്ചു. എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക? ഒരു ചെറിയ ആട്ടുകുട്ടിയും അല്പം റൊട്ടികളും എങ്ങനെ ഉപയോഗപ്പെടുത്തും? ജാബിർ തങ്ങളെ ഭയപ്പെട്ടു പോയി. ഭാര്യയുടെ അരികിലേക്ക് ഓടി. ഭാര്യ പറഞ്ഞു, നമ്മൾ ചിന്തിക്കണ്ട. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്ന മുമ്പ് നീ ആ അടുപ്പിന്റെ മുകളിൽ നിന്ന് പാത്രം ഇറക്കി വെക്കരുത്. വിദഗ്ധകാര് ചിന്തിക്കണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒക്കെ അവസ്ഥ, സ്വഹാബത്തിന്റെ ഒക്കെ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂലിനെ എഴുത്തുന്നവർ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് ചെന്നിട്ട് ആ പാത്രം അങ്ങ് പൊക്കിയിട്ട് അതിലേക്ക് അതാ അവിടുത്തെ ബറക്കത്താക്ക് ഉമിനീര് കൊടുക്കുന്നു. ഒരു വിദ്വാൻ പടുത്ത് എഴുതിയല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി വലിയ പ്രവർത്തകരെന്ന് പറയുന്ന തമ്മാടികൾ എന്നല്ലാതെ അവരെ പറ്റി എന്ത് പറയാൻ? അവരുടെ അവസ്ഥ സുന്നികളുള്ള സ്ഥലത്ത് ചെന്നിട്ട് മുത്തുനബി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുക, വക്കാബികളുള്ള സ്ഥലത്ത് ചെന്നിട്ട് മുത്തുനബിയെ എഴുത്തുക, പരസ്യമായി പത്രങ്ങളിലൂടെ മുത്തുനബിയുടെ ബറക്കത്തിന്റെ സാധനം മുസ്ലിം ഉമ്മത്ത് നെഞ്ചിലേറ്റ് നടക്കുന്ന ഏതെല്ലാം സാധനമുണ്ടോ അത് മുഴുവനും ഇകഴ്ത്തുക. തൊട്ടു മുമ്പ് തങ്ങൾ പറഞ്ഞില്ലേ, ഓ അബ്ദുള്ള, ആ പിശാചിക്ക് ദീൻ അറിയില്ല, അവൻ ദീൻ പഠിച്ചിട്ടില്ല, അവന് ഒന്നും അറിയില്ല, നബിയെ അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, സ്വഹാബത്തിനെ അറിയില്ല. അങ്ങനത്തെ ധിക്കാരിയാണ് അവൻ. കാരണം സഹീഹുൽ ബുഖാരിയിൽ എത്ര സ്ഥലത്താണ് മുത്തുനബിയുടെ വുളൂവിന്റെ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂടിയത് പറയുന്നത്, ഉമിനീരിന് വേണ്ടി തിക്കും തിരക്കും കൂടിയത് പറയുന്നത്, അവിടുത്തെ വേർപ്പെടുത്തുന്ന സ്വഹാബിമാര് സംഭവം കാണാം. ഇതൊക്കെ ബുഖാരിയിലാണുള്ളത്. സഹീഹുൽ ബുഖാരിയാണ് തെണ്ടി. നീ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലിനെ നീ പഠിച്ചിട്ടില്ല. നിനക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെങ്കിൽ മുസ്ലിം വേഷത്തിൽ ഇറങ്ങാതെ ഏതെങ്കിലും ഹൈന്ദവ മതത്തിലേക്ക് ചേർന്നിട്ട് നീ ഇസ്ലാമിന്റെ നേരെ തിരിഞ്ഞോ. ഈ മുസ്ലിം വേഷധാരിയായി ഇങ്ങനെയുള്ളവർ നടക്കുന്നത് ഇസ്ലാമിന് വലിയ മുസീബത്താണ്. ഇങ്ങനെയുള്ള കപടന്മാരാണ് ഇസ്ലാമിനെ ഇവിടെ നാമാവശേഷമാക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ അതാ അമുസ്ലിമീങ്ങളെ കൈവെട്ടുകയോ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഫിത്ന ഉണ്ടാക്കുകയോ, ഇവിടെ ഇസ്ലാം ഭരണം കൊണ്ടുവരാൻ വേണ്ടി നടക്കുകയോ, ഇതൊക്കെയാണോ മുത്തുനബി പഠിപ്പിച്ചത്? ഒരു മുശ്രിക്കായ മനുഷ്യൻ നിന്റെ അരികിൽ വന്ന് ഒരു അമുസ്ലിം സഹോദരൻ വന്നാൽ അവന് നീ രക്ഷ കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അവന് നിർഭയമാകുന്ന സ്ഥലത്തേക്ക് അവന് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് അവനെ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളോട് മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞ് നിന്റെ പത്രം മുസ്ലിം പത്രമാണോ? നിന്റെ പത്രം എന്തിനാണ് നീ സുന്നികളെ വഞ്ചിക്കുന്നത്? പല സുന്നികളും അതിൽ പെട്ടുപോയിട്ടുണ്ട്. വലിച്ചെറിയൂ അത്രയും പത്രങ്ങൾ. അത്ര പത്രങ്ങളോട് എതിര് പ്രകടിപ്പിക്കൂ. അതിന്റെ എതിരിലാകൂ ഇനിയുള്ള ജീവിതം. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്തുള്ളവരോടാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ എന്ത് മുസ്ലിം സ്വഹാബത്തിന്റെ സ്വഭാവം കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞാൻ മരിക്കുന്നു, ഈ ടൈമിലേക്ക് വേണ്ടി ഞാൻ തയ്യാറ് ചെയ്ത് വെച്ച എനിക്കൊരു രക്ഷാസാധനമുണ്ട്. ആരാണോ പറയുന്നത്? നബിയിൽ നിന്ന് ദീൻ പഠിച്ച 5ാം ഖലീഫ, 6ാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ഞാൻ രക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച സാധനമുണ്ട്. എന്താ? റസൂലുള്ളാഹിന്റെ അല്പം മുടികൾ, റസൂലുള്ളാഹിന്റെ അല്പം നഖക്കട്ടങ്ങൾ അതെന്റെ മൂക്കിലും അതെന്റെ വായിലും എന്റെ കണ്ണിന് വിട്ടുകൊണ്ട് എന്നെ കഫൻ ചെയ്യണേ. ആരാണ് പറയുന്നത്? സ്വഹാബി. ഇതാണ് ഇസ്ലാം. നീ മുസ്ലിം അല്ലാത്തതിന് നമ്മൾ ഉത്തരവാദികളാണ്. ചില ആളുകൾക്ക് അങ്ങനെ അതൊക്കെ എന്നതിന് കൂട്ടിയിട്ടില്ലെങ്കിൽ ആദ്യ ഇനി പെട്ടവനല്ല ഈ വഖാബി എന്ന സാധനം, അതേ ജമാഅത്തെ എന്ന സാധനം, അത് ഈ ദായിറത്തുൽ ഇസ്ലാമിൽ അല്ല നീ ഉള്ളത്. നീ ഇസ്ലാമിന്റെ ബൗണ്ടറിലെ അല്ല, നീ എവിടെയോ ആണ്. എന്റെ സംശയത്തിന് ഇസ്ലാം മറുപടി പറയുകയും നാളെ ഇവിടുന്ന് പ്രസംഗിക്കുക ഒരു വിദ്വാൻ മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്ന് മറുപടി പറയുക എന്നൊക്കെ ഇങ്ങനെ ഖബറിന്റെ അടുത്ത് നിന്ന് പറയുമ്പോ സുന്നികളായ ആളുകൾ ചിന്തിക്കണം. പഠിപ്പിച്ചു തരാം. ഇവിടെ ഹൈന്ദവരുണ്ട്, ഇവിടെ ഹിന്ദുക്കളുണ്ട്, അത് ഓർക്കണം.
പറയണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഹിന്ദുക്കൾ കണ്ട ഒരു ബോറാണ്, നിനക്കാണോ ബോർ. ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുത്തുനബിയുടെ നാവ് കൊണ്ട് പഠിപ്പിച്ചതാണ്, അത് മൗദൂആയ ഹദീസല്ല. അജ്മഅൽ ഉലമാഉ അലാ അന്നഹു യുസ്തഹബ്ബുൽ അമലു ബിൽ ഹദീസിൽ ദഈഫ്. ഹസൻ, സഹീഹ്, ദഈഫ്, 3 ഹദീസ് കൊണ്ടും അമൽ ചെയ്യാമെന്നതിൽ പണ്ഡിത ലോകത്തിന് തർക്കമില്ല. എന്നിട്ട് ആ ഹദീസിനെ സംബന്ധിച്ച് അവൻ പറയുന്നത് അമുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാ നോക്കുക, അമുസ്ലിങ്ങൾക്ക് ചിന്തണ്ടോ? അവരവരുടെ കാലങ്ങളിൽ സ്വാമിമാർ ശുദ്രമാലകൾ ധരിച്ച് കറുപ്പ് വസ്ത്രങ്ങൾ എടുത്ത് ഈ റോട്ടിലൂടെ നടക്കുന്നു. വല്ല ഭക്ഷണത്തരവും അവർക്ക് തോന്നാറുണ്ടോ? അവര് സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് പറഞ്ഞ് നടക്കുന്നു. വല്ല വിഷമം അവർക്കുണ്ടോ? കാലിൽ നിന്ന് ചെരുപ്പ് ഒഴിവാക്കി അതാ ശബരിമലയിലേക്ക് സമൂഹത്തിന്റെ ഇടയിലൂടെ അവരുടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടന്നു പോകുന്നു. മുസ്ലിം വേഷധാരിയായ മനുഷ്യ, നിനക്ക് നിന്റെ ഇസ്ലാമിൽ വിശ്വാസമില്ല. ആ സ്വാമിമാരും അതുപോലെ മറ്റു മതവിശ്വാസികളും അവരവരുടെ മതാചാരങ്ങൾ ചെയ്യാൻ അവർ പഠിക്കുന്നില്ല. നിനക്ക് പേടില്ലേ? നിനക്ക് പേടി മുസ്ലിമീങ്ങളുടെ ആശയം. മുസ്ലിമീങ്ങളെ കൊണ്ട് എന്താ നീ മനസ്സിലാക്കിയത്? പോട്ടെ, ഞാൻ അതിനെ കിടക്കുന്നില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് 5ാം ഖലീഫ എന്ന പേര് കിട്ടിയവരാ. വലിയാണെന്നതിന് തർക്കമില്ല, പണ്ഡിതനാണെന്നതിന് തർക്കമില്ല. സഹീഹുൽ ബുഖാരിയിൽ എത്ര സ്ഥലത്താണ് അവിടുത്തെ ഹദീസ് ഉള്ളത്? മഹാനവറുകൾ വഫാത്താകുമ്പോ പറയുന്നു, തബഖാത്ത് ഇബ്നു സഅദ് എടുത്തു നോക്ക്. നിനക്കത് അറിയില്ലെങ്കിൽ നിന്റെ നേതാക്കന്മാരെന്ന് നീ എഴുതി വെച്ച ഇബ്നു കസീർ എഴുതിയ അൽ ബിദായത്തു വൻ നിഹായ എടുത്തു നോക്ക്. അതിൽ കാണാം